الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്റർനാഷണൽ സ്പീച്ച് കണ്ടസ്റ്റ് ചെയർ, പ്രിയ ജഡ്ജസ്, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്ത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? വലഖദ്, തീർച്ചയായും, യസ്സർന, നാം എളുപ്പമാക്കിയിരിക്കുന്നു, അൽ ഖുർആന, ഖുർആനിനെ, ലിദ്ദിക്രി, ഓർമ്മിക്കുന്നതിന് വേണ്ടി. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറുണ്ടോ? എന്തൊരു ചോദ്യമാണ് അള്ളാഹുവിൻ്റെ. അതെ, ആരെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് വരട്ടെ. ഇതാണ് ഈ ആയത്തിൻ്റെ പൊരുൾ. ഏതൊരു വ്യക്തിയും സത്യാന്വേഷണ കുതുകിയായിക്കൊണ്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഈ ഗ്രന്ഥത്തെ സമീപിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ പറുദീസയിലേക്ക് അത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. തീർച്ചയാണ്, കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. നമുക്കറിയാം, ചരിത്രത്താളുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഉമർ, അദ്ദേഹത്തിൻ്റെ ചരിത്രം, കഠിനഹൃദയനായ, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കാൻ പുറപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ട ഉമർ, വിശുദ്ധ ഖുർആനിലെ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ എന്ന ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനിക്കാനിടവരികയും അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഖലീഫയായി. ഇത്തഖുല്ലാ എന്ന് കേൾക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിക്കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് വന്ന ഒരു മാറ്റം. സഹോദരിമാരെ, ഇതാണ് ഖുർആൻ. 95-96 കാലഘട്ടങ്ങളിൽ എൻ്റെ ഖുർആൻ പഠനം തുടങ്ങിയ സമയത്ത് കേവലം റാങ്ക് വാങ്ങിക്കുവാനും അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യുക എന്നതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നീട് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ഇൻസ്ട്രക്ടേഴ്സിനൊരു ക്ലാസ് വെക്കാനിടവരികയും ചെയ്ത സമയത്ത് എനിക്കതിൽ പങ്കെടുക്കാനൊരു അവസരമുണ്ടായി. ആ സമയത്ത് അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫാറൂഖി അവർകളായിരുന്നു. നമുക്കറിയാം, ഈയിടെ മരണപ്പെട്ട അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയായിരുന്നു അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എത്ര കാലമായി ഞാൻ ഫാത്തിഹ പഠിക്കുന്നു, എത്ര ആളുകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, ഇന്നും ഫാത്തിഹയാണോ എന്നൊരു നിസ്സാരത എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അറബി അക്ഷരമാലയിലെ 29 അക്ഷരങ്ങളുടെ അത്ഭുതങ്ങളിലേക്കും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും അദ്ദേഹം വിശദീകരിച്ച് തന്നപ്പോൾ എൻ്റെ ഓരോ രോമകൂപങ്ങളും എടുത്ത് ഉയർന്നിരിക്കുന്ന തലത്തിൽ ഒരുതരം അനുഭവങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അതേ സഹോദരിമാരെ, ഇതാണ് ഖുർആൻ. നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ പോലും വീണ്ടും വീണ്ടും പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് അത് ഞങ്ങളെങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആരാണ് അള്ളാഹു? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ. അതുമാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയമങ്ങളെയും ഉണ്ടാക്കി തന്നവൻ. നമുക്കറിയാം, നാം വെള്ളം ചൂടാക്കുന്ന സമയത്ത്
100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ അത് തിളക്കുകയുള്ളൂ. 99 ഡിഗ്രി ആയാൽ അതൊരിക്കലും തിളക്കുകയില്ല. ഈ നിയമം ആരാണ് ഉണ്ടാക്കി വെച്ചത്? അള്ളാഹു. ആ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, അതിനെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് നിഅമത്തുകളും ഒരുപാട് ബർക്കത്തുകളും ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങളും അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നാം ഒരു പ്രാർത്ഥന നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിപ്രകാരമാണ്: അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അതെ, ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രകാശം നമുക്ക് ലഭിക്കുവാനും നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം വിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.